സാമ്പത്തികപരമായിട്ടുള്ള എത്ര വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അതിനൊരു പരിഹാരം വളരെ പെട്ടെന്ന് തന്നെ കാണുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പവിത്രമായ കർമ്മത്തെ പറ്റിയാണ് നാം ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുവാൻ പോകുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും തന്നെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് ജീവിതത്തിൽ അറിഞ്ഞിട്ടുള്ളവരായിരിക്കും. ചിലപ്പോൾ ഇപ്പോഴും ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുമാകും. അന്നന്നത്തെ കാര്യങ്ങൾ പോലും വളരെ കഷ്ടപ്പെട്ട് നടന്നു പോകുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ. ഈ ഒരു അവസ്ഥ മറ്റുള്ളവരോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നിങ്ങൾ അത്രയേറെ അധ്വാനിക്കുന്നുമുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് പണം വരുന്നുമുണ്ട്. എന്നാൽ വരുന്നതിൽ കൂടുതൽ പണം ചിലവായി പോകുന്ന ഒരു അവസ്ഥയാണ്. അത് പല വഴികളിലൂടെ, അതായത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും, അതല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അപ്രതീക്ഷിതമായ കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുവാൻ ഇടയാവുകയാണ്. എന്നാൽ ഇപ്രകാരമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറി അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും തന്നെ. അതിനുവേണ്ടി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരക്രിയയെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പറയുവാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു കാര്യം വിശ്വാസത്തോടെ ചെയ്യുമ്പോൾ വീടുകളിലെ എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നീങ്ങുവാനും കടബാധ്യതകളൊക്കെ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് കൊടുത്തു തീർക്കുവാനുമുള്ള ഒരു സാമ്പത്തിക ഉന്നമനം നിങ്ങളുടെ വീടുകളിലേക്ക് വരുവാനിടയാകുകയാണ്. അതുപോലെ തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, അത് സ്വർണമായിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ വസ്തുക്കളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങി വയ്ക്കുവാനുള്ള ഒരു സാഹചര്യമൊക്കെ ഈ കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അത് വളരെ വേഗത്തിലുള്ള ഒരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ പരിഹാര കർമ്മം നിങ്ങൾ ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ ദിവസങ്ങളെ പറ്റിയാണ് നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. കാരണം കൃത്യമായ ദിവസങ്ങളിൽ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നത്. അതിനാൽ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ കൃത്യമായി ചൊവ്വാഴ്ച ദിവസമോ വെള്ളിയാഴ്ച ദിവസമോ തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക. അതല്ലാതെ വേറൊരു ദിവസവും ഇത് ചെയ്യുവാൻ പാടില്ലതാനും. ഈ ഒരു കാര്യം ചെയ്യുവാനായി നിങ്ങളുടെ കയ്യിൽ ആദ്യമായി വേണ്ടത് ഒരു ചെറിയ ഗ്ലാസ് ഭരണിയാണ്. അതിന് വളരെ വലിയ ഗ്ലാസ് ബോട്ടിലൊന്നും ആവശ്യമില്ല. ചെറിയ രീതിയിലുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്താൽ മതി. ഇനി ഇതിന് പ്രധാനമായി വേണ്ടത് കല്ലുപ്പാണ്. കല്ലുപ്പ് എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി കടാക്ഷം വളരെയേറെ അടങ്ങിയിരിക്കുന്ന ഒരു വസ്തുവാണ്. ലക്ഷ്മി ദേവിയുടെ അംശമുള്ള വസ്തുവായതിനാൽ തന്നെ ഈ ഒരു വഴിപാട് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റേതായ പവിത്രതയോടെ തന്നെ വേണം ചെയ്യുവാൻ. അതിനാൽ ഈ ഒരു ക്രിയയ്ക്ക് വേണ്ടിയുള്ള കല്ലുപ്പ് നിങ്ങൾ പുതിയതായി വാങ്ങുക. അതായത് നിങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കി വന്നിരുന്ന കല്ലുപ്പും ഒന്നും ഇതിനു വേണ്ടി ഉപയോഗിക്കുവാൻ പാടില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എടുത്തു വച്ചിരുന്ന ഗ്ലാസ് ബോട്ടിലിനുള്ളിലേക്ക് അരഭാഗത്തോളം കല്ലുപ്പിടുക. ഇപ്രകാരം കല്ലുപ്പ് അരഭാഗത്ത് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് അതിലേക്ക് ഒരു മുറി മഞ്ഞൾ വയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, മഞ്ഞൾ എന്ന് പറയുന്നതും ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ള, അതായത് മഹാലക്ഷ്മിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു വസ്തുവാണ്. ഇപ്രകാരം മഞ്ഞൾ കല്ലുപ്പിനുള്ളിൽ വയ്ക്കുമ്പോൾ പോസിറ്റീവ് ഊർജം കൂടുകയാണ് ചെയ്യുന്നത്. മഞ്ഞൾ കല്ലുപ്പിനുള്ളിൽ വയ്ക്കുമ്പോൾ നന്നായി കല്ലുപ്പിന് ഉള്ളിലേക്ക് താഴ്ന്നിറങ്ങിയിരിക്കുന്ന രീതിയിൽ വയ്ക്കുവാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മഞ്ഞളിനോടൊപ്പം തന്നെ കല്ലുപ്പിൽ നിങ്ങൾ വെക്കേണ്ട വേറൊരു വസ്തുവാണ് വയമ്പ്. വയമ്പിനെ പറ്റി പറയുമ്പോൾ പണത്തെ ആകർഷിക്കുവാനുള്ള പ്രത്യേക കഴിവുള്ള ഒരു വസ്തുവാണ് വയമ്പ്. മാത്രമല്ല ഔഷധ ഗുണങ്ങളും ഏറെയാണ്. അപ്പോൾ ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഈ മഞ്ഞളും വയമ്പും കല്ലുപ്പിനോട് ചേരുമ്പോൾ ഇതിൻ്റെ മഹത്വം ഏറുകയാണ്. ഇനി ഇപ്രകാരം, അതായത് ചില്ല് ഭരണിയിൽ ഇട്ട് വച്ചിരിക്കുന്ന ഉപ്പിനകത്ത്
മഞ്ഞളും വയമ്പും വെച്ചതിന് ശേഷം അവ കാണാത്ത രീതിയിൽ വീണ്ടും കല്ലുപ്പ് മുകളിലേക്ക് നിറച്ചു കൊടുക്കുക. ഇപ്രകാരം മഞ്ഞളും വയമ്പും നല്ല രീതിയിൽ മൂടി വരത്തക്ക രീതിയിൽ കല്ലുപ്പ് നിറച്ച് നിങ്ങൾക്ക് ഭരണി അടയ്ക്കാവുന്നതാണ്. ഇനി ഈ ഒരു ക്രിയ ചെയ്യേണ്ട സമയമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ചൊവ്വാഴ്ച ദിവസം രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയിലാണ്. അതുപോലെ തന്നെ ഇനി ചൊവ്വാഴ്ച ചെയ്യുവാൻ കഴിയാത്തവർക്ക് വെള്ളിയാഴ്ച രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയിലായിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത്, ഭരണി അടച്ചു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഭരണി സൂക്ഷിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം ഒന്നെങ്കിൽ പൂജാമുറിയോ അല്ല എന്നുണ്ടെങ്കിൽ അടുക്കളയോ ആണ്. ഇനി ഇത് നിങ്ങൾ അടുക്കളയിലാണ് വെക്കുന്നതെങ്കിലും അതല്ല പൂജാമുറിയിലാണ് വെക്കുന്നതെങ്കിലും വേറെ ആളുകളൊന്നും കാണത്തക്ക രീതിയിൽ ഇത് വെക്കാതിരിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഫലത്തിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇനി നിങ്ങൾ ഇപ്രകാരം ആ ഉപ്പ് വെക്കേണ്ടത് 42 ദിവസമാണ്. 42 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ആ ഉപ്പെടുത്ത് ഒരു പാത്രത്തിൽ വെള്ളം കലക്കി വേറെ ആളുകളൊന്നും ചവിട്ടാത്ത ഒരു ഭാഗത്ത് ഒഴിച്ചു കളയാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ കല്ലുപ്പ് എടുത്ത് വാഷ് ബേസിനിലിട്ട് വെള്ളം ഒഴിച്ചു കളയാവുന്നതാണ്. ഇപ്രകാരം നിങ്ങൾ ഉപ്പ് മാറ്റിയതിന് ശേഷം അതേ മഞ്ഞളും വയമ്പും വെച്ച് പുതിയ ഉപ്പ് നിറച്ച് നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു കർമ്മം തുടരാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കർമ്മം ചെയ്ത് ഭരണികളിൽ വച്ചിരിക്കുന്ന ഉപ്പ് കണ്ണേറും ദൃഷ്ടിദോഷവുമൊക്കെ അകറ്റി നിർത്തുവാൻ വളരെയേറെ ഉത്തമമാണ്. അതായത് ചില സമയങ്ങളിൽ വീട്ടിലുള്ള ആളുകൾക്കുണ്ടാകുന്ന രോഗത്തിൻ്റെ കാരണം ഒന്നും ആർക്കും തന്നെ അറിയില്ലാത്ത അവസ്ഥയുണ്ടാകും. ദൃഷ്ടിദോഷവും കണ്ണേറുമൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. ഇങ്ങനെ ഉണ്ടായാൽ നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യുവാൻ ഭരണിയിലാക്കി വച്ചിരിക്കുന്ന ഉപ്പിൽ നിന്ന് കുറച്ചെടുത്ത് ഒഴിഞ്ഞതിന് ശേഷം അത് വെള്ളത്തിൽ കലക്കി കളയാവുന്നതാണ്. അത് ഏറ്റവും ഉത്തമമായിട്ടുള്ള പരിഹാരമാണ് ദൃഷ്ടിദോഷത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടുവാനായിട്ട്. അപ്പോൾ ദൃഷ്ടിദോഷം മാറുവാനായി നിങ്ങൾ ഈ കല്ലുപ്പെടുത്ത് ദൃഷ്ടി ഒഴിയേണ്ട ഉത്തമമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ്. ഇതിൽ ഏത് ദിവസവും നിങ്ങൾക്ക് ഇപ്രകാരം ദൃഷ്ടിദോഷത്തെ അകറ്റുവാനായി ദൃഷ്ടി ഒഴിയാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്ത കർമ്മത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ ഉപ്പ് കൊണ്ടുള്ള ഈ ഒരു പവിത്രമായ പരിഹാരം നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. അതുപോലെ തന്നെ ഏത് പരിഹാരം ചെയ്യുമ്പോഴും നിങ്ങൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വിശ്വാസത്തോടെ ചെയ്യണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റേതായ ഫലങ്ങൾ ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ. നാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു പരിഹാരം നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുക. സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിലുള്ള ഒരു പണം അല്ലെങ്കിൽ ഒരു സമ്പത്ത് നിങ്ങളിലേക്ക് വരുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പൂജകളിലുമെല്ലാം പ്രത്യേകം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.